അത് ഒരു ചെടിയാ. ഇത് ഒരുപാട് വർഷങ്ങളായതാ. ഇതിനകത്ത് മൊത്തവും കുരുവികളാ. ഇത് ചുമ്മാതെ നമുക്ക് ഇനി എന്ത് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മീനെയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാ ടെൻഷനുകളും മാറും. എപ്പോഴും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധ വേണം. കൊട വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പറങ്കിമാവാ. ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ. അതായത് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടുകിട്ടി. ഞങ്ങളൊക്കെ ഒരുമിച്ച് ജോലിയൊക്കെ ചെയ്തതാണ്. അപ്പോൾ സുഹൃത്ത് പറഞ്ഞ് വാ, എന്തായാലും കണ്ടതല്ല, വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അപ്പം വീട്ടിൽ ചെന്നപ്പോഴാണ് വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചകൾ. ഇത് വെളിയിൽ നിന്ന് വന്ന് ആരും ചെയ്യുന്നതല്ല. അത് പുള്ളിയുടെ മനസ്സ് തുറന്ന് പുള്ളി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ആ വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ക്ഷണിക്കുന്നു. നിങ്ങളും വാ, നമുക്ക് കാണാം. അത് ആ അരുവത്തിൽ പോകുന്ന മുന്തിരി അല്ലയോ? ആ, മുന്തിരിയാ. അത് ഏതിനവാ? അതെന്ന് പറയുന്നത് ആ ഒരു തൈക്ക് 1200 രൂപ വിലയാ. എന്താണെന്നറിയാം, നമ്മള് സാധാരണ തൈ എന്ന് പറയുമ്പോൾ അത് ഇവര് ഫാമിൽ നിന്നൊക്കെ അതിന്റെ തലപ്പ് വെട്ടി കളയുമ്പോൾ ഇവര് തമിഴർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു ചെറിയ പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ച് പിടിപ്പിക്കും. അപ്പൊ 100 കവർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 40 എണ്ണം കിട്ടിയാൽ മതി. അത് കൊണ്ടുവന്ന് ഈ 30 രൂപ 50 രൂപയ്ക്ക് ഈ വിൽക്കുന്നത് ഗാർഡനിൽ. ഈ സാധനം എന്ന് പറയുമ്പോൾ നമ്മുടെ കടകളി പോലെ കൊലയായിട്ടിരിക്കുന്ന മുന്തിരി ഉണ്ടല്ലോ, ആ സാധനമാണ് ഈ ഇരിക്കുന്ന മുന്തിരി. അത് ഒരു ചെടിയാ. ഇത് ഒരുപാട് വർഷങ്ങളായതാ. ഇതിനകത്ത് മൊത്തവും കുരുവികളാ. അതിനകത്ത് ഒരുപാട് കുടുംബക്കാരുണ്ട്. പല ഹോളുണ്ട് ഇവർക്ക്. അതായത് പലരും പല രീതിയിൽ വന്നങ്ങ് കയറിക്കോളും. അന്നേരം നമ്മൾ ഇവരെ ശല്യം ചെയ്യത്തില്ല. ഇല്ല. അയാക്കന്മാർക്ക് ഏത് സമയം ഇയാക്കന്മാര് മുട്ടയിടും, കുഞ്ഞു വിരിയും, പോവും. ഇവിടെ തന്നെ ആഹാരം എല്ലാം ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അവര് വന്ന് രാവിലെയും വൈകിട്ടും, രാവിലെ കാണും ഒരു 50 എണ്ണം. അവരെ ശല്യപ്പെടുത്തി. പിന്നെ എല്ലാ കിളിയും വരും. ഈ മുറ്റത്ത് എന്താ പറയുക, ഈ പുല്ലിന് ഇടയ്ക്ക് ചെറിയ ചെറിയ ഇതൊക്കെ വരും. അതെല്ലാം വന്ന് ഇവൻ വെട്ടില് മാതിരിയുള്ളതിനെല്ലാം പിടിച്ചു തിന്നും. അതെന്താ പൊട്ടി താഴെ വീണത്? ഇത് പൊട്ടി താഴെ വീണതാ. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ പണിയൊക്കെ തരും. എപ്പോഴും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധ വേണം. ഇവന് വേണ്ടുന്ന വൈറ്റമിനുകൾ കൊടുക്കണം. പിന്നെ പുഴു കയറുമ്പോ അതിന് മരുന്നടിക്കണം. പോഷകാഹാരങ്ങൾ നമ്മള് അതെല്ലാം ഞാൻ അടിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ ശ്രദ്ധയില്ല, ഇത് പോയി. അത് ശരിയാ, നമ്മുടെ ശ്രദ്ധ എപ്പോഴും വേണം. പിന്നെ രാവിലെ തന്നെ എനിക്ക് നല്ലൊരു പണിയായി വെള്ളമൊഴിപ്പ്. അവിടെ ഏതാ? ഇതെല്ലാം ആമ്പലുകളാ. ആമ്പലുകളാണ്. ഇതിനകത്ത് മീനുണ്ട്. പിന്നെ പൊന്മാൻ വലിയ ശല്യമാ. ഉമ്മാര് വന്ന് കൊത്തിക്കൊണ്ട് പോവും. മീനല്ലയോ? ശല്യക്കാരാ. ഇത് ചെറിയ ഇഷ്ടംപോലെ പിടിക്കും. ഇപ്പൊ വെട്ടി വിട്ടതാ. ഇത് ചൈനീസ് ഓറഞ്ചാ. ചൈനീസ് ഓറഞ്ച് അല്ലേ? ഏതേത്? സ്റ്റാർ ഫ്രൂട്ട്. ശരി. നല്ല മധുരമാ കഴിക്കാൻ. ഇഷ്ടംപോലെ ഉണ്ടാവും. നമുക്ക് പിന്നെ സലാഡിന്റെ കൂടെ എല്ലാം അരിഞ്ഞിടാം. ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും സലാഡിന്റെ കൂടെ അരിഞ്ഞിടും. ഒട്ടുമിക്ക ഐറ്റംസ് ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റവും ഉണ്ട്. ഫ്രൂട്ട്സിന്റെ ഇതിപ്പോ ഇത് തായ്ലൻഡ് പിങ്ക്. അതായത് ഇതിനകത്ത് നിറച്ച് കായ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-85 കാ പിടിച്ചു. നമ്മളിപ്പം കുറെ ആദ്യം പിച്ചി കളഞ്ഞു. കാര്യം ഇവന് ഈ മരം ഒന്ന് ദൃഢമാവാൻ വേണ്ടി. അത് കഴിഞ്ഞാ പിടിപ്പിച്ച് ഏകദേശം ഒരു 10-25 എണ്ണം ഞങ്ങൾ പിച്ചി. പിന്നെ ഞാനിപ്പോ കട്ട് ചെയ്ത് വിട്ടിരിക്കുക. മേളിൽ പോത്ത് ഇല്ല, ശിഖരങ്ങൾ ഇഷ്ടം പോലെ വരും. അതുകൊണ്ട് ഇത് ഇനിയും വളരും. ഇതണ്ടേ, അതായത് കണ്ടോ, ഇത് ഇനിയും വളരും. ഒരു 500 ഗ്രാമിന് മേളി വരും ഒരെണ്ണം. ഇത് ജപ്പാൻ പേരയാ. ജപ്പാൻ പേര അല്ലേ? ബനാന മാംഗോ. അതായത് നമ്മുടെ ബനാനയുടെ അത്രയും നീളം വരും, അതേപോലെ ഇരിക്കും ഷേപ്പ്. നാസി പസന്താണ്. ഇതിനകത്ത് പൂവിട്ടതാണ്. നമ്മള് ഇവിടുന്ന് തന്നെ പഠിച്ചാണോ? ഇതെല്ലാം വരവാ. തായ്ലൻഡ് ഇത് കണ്ടല്ലേ. ഇതിപ്പോ ആദ്യം വന്നതെല്ലാം എടുത്ത് കളഞ്ഞു. ഇപ്പൊ രണ്ടാമത് വന്നോണ്ടിരിക്കുക. ഇഷ്ടമാതിരി ആയി. ഇതെല്ലാം പൂത്ത് വന്നോണ്ടിരിക്കുക. ചെറുനാരക, ജബോട്ടിക്ക അല്ലെങ്കിൽ മരമുന്തിരി. മരമുന്തിരി അല്ലേ? അതായത് നമ്മുടെ മുന്തിരിയുടെ അതേ ടേസ്റ്റാ. ഇത് സ്വീറ്റ് ഓറഞ്ചാ കേട്ടോ. സ്വീറ്റ് ഓറഞ്ച് അല്ലേ? നമ്മുടെ കഴിക്കുന്ന, നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന ഓറഞ്ചില്ലേ, അത് തന്നെ. നല്ല മധുരം. പിന്നെ ഇത് എന്ന് പറയുന്നത് ആപ്പിൾ ജാമ്പ. ഒരുപാട് വലുതായിരുന്നു. ഈ ഒരുപാട് മണ്ടയ്ക്ക് പോകുമ്പോ നമുക്ക് ഇത് പിച്ചി എടുക്കാൻ പാടില്ല. അതുകൊണ്ട് വെട്ടി ഇപ്പൊ ചെറുതാക്കിക്കൊണ്ടിരിക്കും. ഇത് പിന്നെ നമ്മുടെ സപ്പോർട്ട് ആണെങ്കിലും ഇതിന്റെ തായ്പ് ബനാന മോഡൽ അതാണ്ടേ ഇങ്ങനെ നീണ്ടിട്ട് വരും. ഇത് മൾബറിയാ. ഇതിനകത്ത് ഇഷ്ടം പോലെ പിടിച്ചിരുന്നേ. അതിപ്പോ പുതിയത് വെട്ടി. ഇത് എപ്പോഴും മൾബറിക്ക് നമ്മൾ എപ്പോഴും വെട്ടി വിട്ടോണ്ടിരിക്കണം. ഇത് മുസംബി.
കുടയത്തൊക്കെ എന്തോ അത് കുട വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പറങ്കിമാവാണ് കാഷ്നട്ട്. ഇതിനകത്ത് പിടിച്ച് കാഷ്നട്ട് നമ്മൾ പിച്ചതാ. ആ അപ്പൊ ഇതിന്റെ മണ്ട ഒന്ന് ഇത് വേറെ ഒരു അപ്പുറത്തിരുന്നതാ. അന്നേരം അതിന്റെ ഓല വീണ് മണ്ട ഒടിഞ്ഞു പോകും. ആ ഇവനെ ഞാൻ കട്ട് ചെയ്തിട്ട് കുട വെച്ചിരിക്കുന്നത് ഈ തണ്ട് ഉണങ്ങി പോവാതിരിക്കാനാ. അത് ശരി. അതിപ്പോ ഉടനെ ശിഖരം വന്നോളും. അത് പുതിയ അറിവാണല്ലോ. അല്ലെ പിന്നെ ഇത് ഉണങ്ങും. എന്തോ വീട്ടിന്റെ അകത്ത് ഇത് ചുമ്മാതെ നമുക്ക് ഇനി എന്ത് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മീനെയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാ ടെൻഷനുകളും മാറും. അപ്പൊ ഈ വെള്ളം ചെടിക്ക് ഒഴിക്കാം. അപ്പൊ ഇത് അമോണിയ കിട്ടുന്നതുകൊണ്ട് ചെടി പെട്ടെന്ന് ഗ്രോത്ത് ആവും. അപ്പൊ രണ്ട് ഉപയോഗമായി. ഇതിന്റെ അമോണിയ ഉള്ള വെള്ളം മാറുകയും ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ മീനെ കാണുകയും ചെയ്യാം. ഇത് കണ്ടിന്യൂ ആയിട്ട് ഫിൽട്ടർ ആയി വരുന്ന വെള്ളമാണ്. ഈ ഇവിടുന്ന് പിടിക്കുന്ന വെള്ളം പോയി അതിനകത്ത് ടാങ്കിൽ കയറി ഫിൽട്ടറായി തിരിച്ചു വന്ന് ഇതിനകത്ത് ഇറങ്ങും. അതാണ് അതിന്റെ സിസ്റ്റം. ചട്ടിയിൽ താഴോട്ട് വീണോണ്ട് ഈ വെള്ളം വീഴുമ്പോ ഇതിന് ഓക്സിജൻ ഉണ്ടാവുകയും ചെയ്യും.